ഉള്ളിയൊന്നും വഴറ്റി സമയം കളയാതെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആണ്. 2 മുട്ട വെച്ച് ഒരു പാത്രം നിറയെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കിയെടുക്കാനായിട്ട് 2 മുട്ട പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഒരു മുട്ടനെ 4 പീസാക്കി എടുക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ 8 സ്നാക്കാണ് ഇവിടെ റെഡിയാക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണിത്. മീഡിയം സൈസുള്ള 2 സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാതും ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. ഒരു 1/4 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദയിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കയ്യിലൊരു ഇച്ചിരി എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് മസാലയിൽ നിന്നൊരു ബോൾ പോലെ എടുത്തിട്ട് അതൊന്ന് കയ്യിൽ വെച്ച് ഉരുട്ടി കൊടുക്കാം. ഇനി ആ ബോളിനെ ഒരു കൈ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. മസാല ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ ഒരു പീസ് ഇതിൻ്റെ നടുവിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. മുട്ട പുറത്ത് കാണാത്ത രീതിയിൽ 2 സൈഡും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. 2 കൈ ഇങ്ങനെ കൂട്ടി വെക്കുമ്പോൾ അതിൻ്റെ സൈഡെല്ലാം ചേർന്ന് കിട്ടും. കയ്യിലൊന്ന് വെച്ച് ഉരുട്ടി അത് നല്ലൊരു ഷേപ്പിലാക്കി എടുക്കാം. ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഈ സ്നാക്ക് മൈദയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. മൈദക്ക് പകരം കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്താലും മതി. ഇത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചതായിരുന്നു. വൈകിട്ടാണ് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. രാവിലെ ഒരു പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഒരു പാനിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വരെ ഒരുമിച്ചിട്ട് കൊടുക്കാം. മുഴുവനും എണ്ണയിൽ മുങ്ങാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു വശം ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ 2 സൈഡും ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കൂടുതൽ ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.